കുട്ടികളിലെ വിളർച്ചയ്ക്ക് പ്രധാന കാരണം അയൺ ഡെഫിഷ്യൻസിയാണ്. വിരശല്യം മൂലമോ അയൺ ആവശ്യത്തിന് ലഭിക്കാത്തത് മൂലമോ കുട്ടികൾക്ക് ഈ പ്രശ്നമുണ്ടാകാം. പക്ഷേ ഇതിന് കാര്യമായ രോഗലക്ഷണങ്ങളൊന്നും കാണില്ല. പൊതുവെ ഉന്മേഷമില്ലായ്മ, കളികളിലൊന്നും താല്പര്യമില്ലായ്മ, പഠിത്തത്തിൽ പിൻപോട്ട്, ഓർമ്മക്കുറവ് എന്നിവയെല്ലാം ആകാം. ഇതുകൂടാതെ ഭക്ഷിക്കാൻ സാധിക്കാത്ത സാധനങ്ങൾ, ഉദാഹരണം കടലാസ്, മണ്ണ് എന്നിവയെല്ലാം കുട്ടികൾ ഭക്ഷിക്കുക എന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമായി തീരാം. ഈ സമയത്ത് കുട്ടിക്ക് പരിശോധനകൾ വളരെ ആവശ്യമാണ്. ഇതെന്തുകൊണ്ടെന്നാൽ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അനീമിയ ഉള്ള കുട്ടിക്ക് തലച്ചോറിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നും അനീമിയ ശരിയായി ചികിത്സിച്ച് മാറ്റിയാൽ ഈ മാറ്റങ്ങൾ തികച്ചും ഭേദപ്പെടുത്താവുന്നതാണെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ അനീമിയ ഉണ്ടാകാതിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ഉണ്ടായാൽ തന്നെ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ചെറിയ പരിശോധനകൾ മൂലം ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാനാവുകയും അതിന് വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചാൽ ഇത് പൂർണ്ണമായും ഭേദമാക്കാവുന്നതാണ്. അനീമിയ, അയൺ ഡെഫിഷ്യൻസി കൂടാതെ മറ്റ് ചില ധാതുക്കളുടെയും അഭാവം മൂലമുണ്ടാകാം. ഉദാഹരണം വൈറ്റമിൻ B12, സിങ്ക് ഡെഫിഷ്യൻസി, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും വരാം. പക്ഷേ ഇതെല്ലാം പരിശോധനകളിലൂടെ തിരിച്ചറിയുകയും വേണ്ട നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യാവുന്നതാണ്.